ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആർട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അത് ചെയ്യാനായിട്ട് നമുക്കൊരു ക്യാൻവാസ് വേണം. പിന്നെ പെയിൻ്റ് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് കപ്പോ അല്ലെങ്കിൽ പേപ്പർ കപ്പോ എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് രണ്ടും തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന പഴയ കപ്പ് എടുത്തു. അതിലേക്ക് ഈക്വൽ എമൗണ്ട് വെള്ളവും ഗ്ലൂവും കൂടി മിക്സ് ചെയ്യാം. അതാണ് നമ്മുടെ പോറിംഗ് മീഡിയം. പോറിംഗ് മീഡിയം ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അത് ആക്സസിബിൾ അല്ല, പെട്ടെന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പോറിംഗ് മീഡിയം ഉണ്ടാക്കാം. വെള്ളവും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് പോറിംഗ് മീഡിയം ഉണ്ടാക്കാം. ഗ്ലൂ ആയിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ വേണം യൂസ് ചെയ്യാനായിട്ട്. ഫെവിക്കോളോ വേറെ ഏതെങ്കിലും ക്രാഫ്റ്റ് ഗ്ലൂ, വൈറ്റ് ഗ്ലൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്ലൂവും വെള്ളവും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് പോറിംഗ് മീഡിയം ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്യും. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക. ഫെവിക്രിൽ കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. വേറെ ചില ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു പൊടി പോലെ കിടക്കുമായിരുന്നു. അത് അത്ര ശരിക്കും മിക്സ് ആയില്ല, ഒരു കലങ്ങിയില്ല അവസ്ഥ വരും. ഇവിടെ ഞാൻ 4 കളറാണ് എടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കളർ നിങ്ങൾക്ക് എടുക്കാം. 2 കളറോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുകയാണ് നല്ലത്. ഞാനിവിടെ വൈറ്റും ഗോൾഡൻ കളറും ബ്ലൂ പിന്നെ ഒരു ഗ്രീൻ കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കോൺട്രാസ്റ്റ് കളേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഇത് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഒരു വലിയ ഇതിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വിരിച്ച് ചെയ്യണം. കാരണം അല്ലെങ്കിൽ തറയിലൊക്കെ ഫുള്ള് പെയിൻ്റ് ആവും. അല്ലെങ്കിൽ ടേബിളിലാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ടേബിളിൽ ഫുള്ള് പെയിൻ്റ് ആവും. ഇത് ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ്. പക്ഷെ നല്ല രസമാണ്, നമുക്കിങ്ങനെ പെയിൻറ്റിൽ കളിക്കാം. ശരിക്കും ഒരു കൈൻഡ് ഓഫ് തെറാപ്പി പോലെയാണ്. ആർട്ട് തെറാപ്പി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണിത്. അങ്ങനെ പെയിൻ്റൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. ഇനി ഇത് ചുമ്മാ ക്യാൻവാസിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിക്കുക. കളറ് മിക്സാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒഴിക്കുക. ഇത് കാണുമ്പോൾ തോന്നണില്ലേ ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ലേ? ഇതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ പടം വരെയൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ പെയിൻറ്റ് വെച്ച് ഒരു പാറ്റേൺ, അതായത് നമ്മുടെ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടിൽറ്റ് ചെയ്ത് ചെരിച്ച് ഒരു പാറ്റേൺ ഉണ്ടാക്കുകയാണ്. അപ്പം ഈ പെയിൻറ്റ് ഇങ്ങനെ ഒഴുകുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാൻവാസിൽ ഓരോ പാറ്റേൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ആക്ച്വലി ഈ പ്രോസസ്സ് നല്ല രസമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇമേജ് ആയിരിക്കില്ല കേട്ടോ ഫൈനൽ പെയിൻറ്റിങ്ങിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിൽ വേറെ കളറൊക്കെ ആഡ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വൈറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് നമ്മുടെ പെയിൻറ്റിങ് ഉണക്കാൻ വയ്ക്കാം. ഒരു ദിവസമൊക്കെ എടുക്കും ഉണങ്ങാനായിട്ട്. അത് പിന്നെ തൊടാതിരിക്കുക. നമ്മൾ അനക്കി കഴിഞ്ഞാൽ ആ പാറ്റേൺ പിന്നെയും മാറും. ഈ പാറ്റേൺ എങ്ങനെയുണ്ട്? ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.